9ാം ക്ലാസ് കെമിസ്ട്രിയിലെ അവസാനത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മാർക്കിൻ്റെ ചോദ്യം C2H6 C3H8 ഇത് കഴിഞ്ഞു വരുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഹോമലോഗ സീരീസ് ആണ്. ഹോമലോഗ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് അടുത്തുള്ള മെമ്പേഴ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C2H6ഉം C3H8ഉം അവർ തമ്മിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണത്തിലുള്ള വ്യത്യാസം എത്രയാണ് നോക്കാം. സി ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ വ്യത്യാസം C1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബണുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ 8ഉം അപ്പുറത്തുള്ള ആള് 6ഉമാണ്. അപ്പോൾ വ്യത്യാസം അവർ തമ്മിൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ തൊട്ടടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിലുള്ള വ്യത്യാസമാണെങ്കിൽ അത്തരം സീരീസ് ആണ് നമ്മുടെ ഹോമലോഗ സീരീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞ് വരുന്ന ഈ മൂന്നാമത്തെ കോമ്പൗണ്ട് ഏതാണെന്നല്ലേ ചോദ്യം. അപ്പോൾ C3 കഴിഞ്ഞാൽ ഒരു കാർബൺ കൂടി ആഡ് ചെയ്താൽ എന്തായി? C4 ആയില്ലേ. എച്ചിൻ്റെ കാര്യത്തിൽ എത്ര എണ്ണം ആഡ് ചെയ്യണം? 2 എണ്ണം ആഡ് ചെയ്യണം. അപ്പോൾ 8ൻ്റെ കൂടെ 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആയില്ലേ. അപ്പോൾ അവിടെ വരുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് C4H10 ആയിരിക്കും.